നമസ്കാരം. നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ദിവസം കേരളത്തിലുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ അവർ കൊടുത്തിട്ടുള്ള തലവാചകം സ്ത്രീ ശക്തി മോദിയോടൊപ്പം എന്നാണ്. കേരളത്തിൽ വന്ന് അസാമാന്യമായ തൊലിക്കട്ടിയോടെ അദ്ദേഹം സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പ്രസംഗിക്കുകയുണ്ടായി. പ്രധാനമന്ത്രിയല്ലേ, അതെല്ലാം നല്ലതാണ്. പക്ഷെ നിരന്തരമായി കേരളത്തെ അപകീർത്തിപ്പെടുത്താനും കേരളം ഉണ്ടാക്കിയ വലിയ നേട്ടങ്ങളെ തമസ്കരിക്കാനും അദ്ദേഹം ശ്രമിച്ചു. ആ പശ്ചാത്തലത്തിൽ മോദിയുടെ ഗുജറാത്തിന്റെയും, അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നറിയാം, പക്ഷേ 10-14 കൊല്ലം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോഴും BJP ആണ് ഭരിക്കുന്നത്. സംഘപരിവാറിന്റെ ഒരു മാതൃക രാജ്യമാണല്ലോ ഗുജറാത്ത് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഉത്തർപ്രദേശാണ്. അവിടങ്ങളിലുള്ള സ്ത്രീകളുടെ പദവിയും രാജ്യത്താകെയുള്ള പദവിയും കേരളത്തിന്റെ സവിശേഷമായ സ്ത്രീ പദവിയും ഒന്ന് താരതമ്യം ചെയ്യാം. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ലോകം അംഗീകരിച്ചിട്ടുള്ള നിരവധി മാനദണ്ഡങ്ങളിലെ ചില കണക്കുകൾ നോക്കൂ. ഒന്നാമത്തേത്, പ്രസവ സമയത്ത് അമ്മമാരുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു കണക്ക്. 1,00,000 പ്രസവങ്ങൾ നടക്കുമ്പോൾ ഗുജറാത്തിൽ 67 അമ്മമാർ മരിക്കുന്നു. ഉത്തർപ്രദേശിൽ അത് 167 പാകിസ്ഥാനേക്കാൾ പിറകിൽ. കേരളത്തിലോ വെറും 19. ഓർക്കണേ, 19. മറ്റൊന്ന് നോക്കൂ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ്. ഉത്തർപ്രദേശിൽ 100 സ്ത്രീകൾ 1ാം ക്ലാസ്സിൽ ചേരുമ്പോൾ 33 പേരാണ് 10ാം തരം പാസ്സാകുന്നത്. മോദിയുടെ സ്വപ്നഭൂമിയായ ഗുജറാത്തിലും അതെ. കേരളത്തിലോ അത് 72%. അതെങ്ങനെ വെച്ച് നോക്കിയാൽ, കേരളത്തിൽ ഇന്ന് ആകെ ജീവിക്കുന്ന സ്ത്രീകളെ മൊത്തത്തിൽ കണക്കാക്കിയാൽ, പുതിയ തലമുറയിലെ പെൺകുട്ടികളെ മാത്രം വെച്ച് നോക്കിയാലോ അത് 100%. 19-നും 50-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കിടയിലെ സാക്ഷരത കേരളത്തിൽ 99%. ഗുജറാത്തിൽ 80%. ഇന്ത്യയിൽ ആകെ നോക്കിയാൽ അത് 70%-ത്തിൽ താഴെയാണ്. ബിരുദധാരികളായ സ്ത്രീകളുടെ എണ്ണത്തിന്റെ കാര്യമെടുത്താൽ ഇന്ത്യയിൽ ഏറ്റവും അധികം സ്ത്രീകൾ ബിരുദധാരികളായിട്ടുള്ളവർ കേരളത്തിലാണ്. ആ കേരളത്തിൽ വന്നാണ് കേരളത്തെ അപഹസിച്ചുകൊണ്ട് അദ്ദേഹം സ്ത്രീ ശാക്തീകരണത്തെ പറ്റി പറയുന്നത്. ഇനി മറ്റൊരു കണക്ക് നോക്കൂ, അത് സ്ത്രീ പുരുഷ അനുപാതത്തിന്റെ കണക്കാണ്. ഏതൊരു വികസിത സമൂഹത്തിലും പുരുഷന്മാരെക്കാൾ സ്ത്രീകളുടെ എണ്ണം കൂടുതലായിരിക്കും. ഗുജറാത്തിലെ സ്ഥിതി നോക്കിക്കോളൂ. 1000 പുരുഷന്മാർക്ക് 918 സ്ത്രീകളാണ് ഉള്ളത്. ഉത്തർപ്രദേശിൽ അത് 908. കേരളത്തിൽ 1084. എന്താണിത് കാണിക്കുന്നത്? എല്ലായ്പ്പോഴും പെൺഭ്രൂണഹത്യയെപ്പറ്റി വലിയ വായിൽ സംസാരിക്കുന്നയാളാണ് മോദി. കേരളത്തിൽ പെൺഭ്രൂണഹത്യ നടക്കുന്നില്ല. നിങ്ങളുടെ സ്വപ്നഭൂമിയിൽ ഗുജറാത്തിൽ നടക്കുന്നു, ഉത്തർപ്രദേശിൽ നടക്കുന്നു, ഇന്ത്യയിലാകെ നടക്കുന്നു. ഈ കണക്ക് മനസ്സിൽ വെച്ച് കൊണ്ടുവേണം കേരളത്തെ അപഹസിക്കാൻ എന്ന് പ്രധാനമന്ത്രി ഓർക്കണം. മറ്റൊരു കാര്യം നോക്കൂ, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ 147 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 127. ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് താരതമ്യേന ആ വിഷയത്തിൽ മികച്ച ശരാശരിയുള്ള, മികച്ച അവസ്ഥയുള്ള ഒരു സംസ്ഥാനത്ത് വന്ന് ആ സംസ്ഥാനത്തെ കള്ളങ്ങൾ പറഞ്ഞ് അപഹസിക്കുന്നത്. ഈയിടെയാണ് നമ്മുടെ നാടിന്റെ അഭിമാനങ്ങളായ ഗുസ്തി താരങ്ങൾ സമരം ചെയ്തത്. അവർ ലൈംഗികമായി അപമാനിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു. ആരാൽ? അവരെ സംരക്ഷിക്കേണ്ട ഭരണാധികാരികളാണ്. അവർ RSSകാരാണ്, BJPക്കാരാണ്, MP ആണ്, വലിയ സ്വാധീനമുള്ളവരാണ്. അവസാനം ഗത്യന്തരമില്ലാതെ തങ്ങൾ നേടിയ മെഡലുകൾ അവർ ഉപേക്ഷിച്ചു. അവർക്ക് പിന്തുണ നൽകി ഒരുപാട് കായിക താരങ്ങൾ അവരുടെ മെഡലുകൾ ഉപേക്ഷിച്ചു. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രി ഒരക്ഷരം മിണ്ടിയോ? മണിപ്പൂരിലെ കലാപം അവസാനിച്ചിട്ടില്ല. 100 കണക്കിന് സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയായി. ആ കലാപം ആരംഭിച്ച് 60 ദിവസം കഴിഞ്ഞാണ് നരേന്ദ്രമോദി അതേപ്പറ്റി ഒരു വാക്കെങ്കിലും പറയാൻ തയ്യാറായത് എന്ന് നാം മനസ്സിലാക്കണം. ഇനി മറ്റൊരു കണക്ക് നോക്കൂ, സ്ത്രീകൾ നയിക്കുന്ന കുടുംബങ്ങൾ കേരളത്തിൽ 22%, ഇന്ത്യയിൽ അത് 11%. ഇനി ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിലോ, കേരളത്തിൽ സ്ത്രീകളുടെ ആയുർദൈർഘ്യം ശരാശരി 80 വയസ്സാണ്. ഗുജറാത്തിൽ അത് 72.5 വയസ്സാണ്.
ഇന്ത്യയിലോ 70 വയസ്സാണ്. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഒരു ഇന്ത്യൻ സ്ത്രീയെ നാം കണക്കിലെടുത്താൽ അവർ കേരളത്തിലാണ് ജനിക്കുന്നത് എങ്കിൽ കേരളത്തിന് വെളിയിലുള്ള മറ്റു പ്രദേശങ്ങളെക്കാൾ 10 വർഷം അധികം ജീവിക്കുന്നു എന്നാണ്. ഒരു ഗുജറാത്തിലെ സ്ത്രീയുമായി താരതമ്യം ചെയ്താൽ 5 വർഷം ഈ മനോഹരമായ ഭൂമിയിൽ അവർക്ക് ജീവിക്കാൻ അവസരം കിട്ടുന്നു. എന്തുകൊണ്ട്? അവർ കേരളത്തിലാണ് ജനിച്ചത് എന്നൊറ്റ കാരണത്താൽ. ഇനി മറ്റൊരു കണക്ക് നോക്കൂ. സ്ഥിരം വേതനമുള്ള സ്ത്രീകളുടെ കണക്കാണ്. കേരളത്തിൽ അത് 44.3%. ഇന്ത്യയിൽ ആകെ നോക്കിയാൽ 22.6%. കൗമാര ഗർഭത്തിന്റെ കാര്യം നോക്കൂ. ഇന്ത്യയിൽ 6.8%. കേരളത്തിൽ 2.4%. 2.4% പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ പറഞ്ഞ കണക്കുകളെല്ലാം മതിയായതാണ്, ഇനി ഒരു പ്രശ്നവും ഇവിടെ പരിഹരിക്കാനില്ല എന്നല്ല. പക്ഷേ കേരളത്തിന്റെ വികസന മാതൃക എന്ന് വെച്ചാൽ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച വികസന മാതൃക ഇന്ത്യയിലെ മറ്റേതൊരു പ്രദേശത്തേക്കാൾ ജീവിക്കാൻ കൊള്ളാവുന്ന നാടായി ഈ നാടിനെ മാറ്റിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. അതിൽ സ്ത്രീകളും പെടും. ആ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിൽ വന്ന് സ്ത്രീ ശാക്തീകരണത്തെ പറ്റി ബഡായി പറയുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി.